ശരണം ദേവി ശരണം. താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് പകൽപൂരം കൃത്യം 3 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. അഥവാ വല്ല മഴയോ മറ്റോ ഉണ്ടായാൽ എത്ര പാതിരാത്രിയാണെങ്കിലും പകൽപൂരം നടത്തുന്നതാണ്. അമ്മേ ശരണം ദേവി ശരണം. ഒരു പ്രത്യേക അറിയിപ്പും കൂടി. കനത്ത മഴ മൂലം ഇന്നലെ നടത്താണ്ട് പോയ കരിമരുന്ന് പ്രയോഗം, പടക്കങ്ങളെല്ലാം ഉണക്കായിട്ടിട്ടുണ്ട്. അതെല്ലാം ഉണങ്ങി കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ അതും നടത്തപ്പെടുന്നതാണ്. എടാ, ഇന്നലത്തെ താലത്തിന് ഒറ്റ പെണ്ണുങ്ങളില്ലായിരുന്നല്ല, എക്കാണുങ്ങളാണെന്നല്ല, ഇത് എന്ത് പറ്റിയത്? എടാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ താലോ എന്ന് പറഞ്ഞിട്ടല്ല, വിളക്കിന് മുമ്പ് വരണം, എന്നാലല്ലേ വല്ല പെണ്ണുങ്ങൾ ഉണ്ടാവുള്ളൂ. താലത്തിന് മുമ്പല്ലേ വിളക്ക്? എടാ, ഞാൻ പറഞ്ഞത് നിലവിളക്ക്, സൂര്യ ടിവിയിലെ സീരിയല്. അത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും പെണ്ണുണ്ടാവൂടാ. ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടൊക്കെ തോറ്റ് നാണമില്ലല്ലോ ഈ സീരിയലിന്റെ പുറകെ നടക്കാനായിട്ട്. എനിക്ക് കണ്ടൂടാ ഈ സീരിയല്. എങ്കിലും സോഫയുടെയും ഗ്ലോറിയുടെയും കാര്യം ഓർക്കുമ്പോ ഒരു വിഷമം. അത് ശരി. ഒരു രാജാവ് പോണു തൊഴാൻ വന്നതായിരിക്കും അല്ലേ? ഏത് അതാ? എടാ, അത് രാജാവൊന്നുമല്ല, ഇന്നലെ ബാല കളിച്ച ബാലസമിതിയിലെ അംഗമാണ്. അഡ്വാൻസ് കൊടുത്ത കാശ് മുതലാക്കാനേ കമ്മിറ്റിക്കാര് 12 മണിക്ക് ഇരുത്തേക്കാനാണ്. ദൈവമേ, നമ്മുടെ കച്ചവടം നമ്മൾ തന്നെ നോക്കണം. അതേടാ, പുതുമോടി വരുന്നടാ. എന്റെ ദൈവമേ. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമേയുടെ തേരോട്ടം, 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 തേരോട്ടം. മോളു, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 4 ദിവസമായി. ഈശ്വര, 40 വർഷം കഴിഞ്ഞ പോലെ. അല്ലല്ല, 4 ദിവസം. മോളു, ഇതാണ് ഞാൻ തൊഴുതു വളർന്ന എന്റെ അമ്പലം. ഇവിടത്തെ ശിവന്റെ കടാശം കൊണ്ടാ ഞാൻ ഇത്രയും വലുതായത്. ഇവിടുത്തെ പ്രതിഷ്ഠ ദേവിയാ. എല്ലാം പരാശക്തികളല്ലേ? അതെ. പിന്നെ ആ കാണുന്ന അമ്പലക്കുളത്തിലാണ് ഞാൻ ചെറുപ്പത്തിൽ നീന്തി തുടിച്ചിട്ടുള്ളത്. പിന്നെ ഈ കുളം കൊത്തിയത് ഈ കൊല്ലവാ. മോളു, എല്ലാം അസൂയാലുക്കളാണ്. മോളു ആര് പറയുന്നതും ശ്രദ്ധിക്കണ്ട, പ്രത്യേകിച്ച് ഈ ഗ്ലാമറുള്ള പിള്ളേർ. പുറത്തുനിന്ന് വിളിക്കരുത്, ധൈര്യം മുന്നിലോട്ട് വേടാ. നിനക്കൊന്നും ഞാൻ അറിയാൻ പാടില്ല. കൊറേ നേരമായി ഒളിച്ചിരുന്ന് വിസലടിക്കണ. എടാ, നിന്നെയൊക്കെ ഇന്ന്. ചേട്ടാ വേണ്ട ചേട്ടാ, ചേട്ടാ വേണ്ട ചേട്ടാ. സുലു വീട്. ചേട്ടാ വേണ്ട ചേട്ടാ. സുലു വീടാനാ പറഞ്ഞത്. വേണ്ട ചേട്ടാ. സുലു എന്നെ വിടാൻ. രാജേട്ടാ, എന്റെ സുലു. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം. ഇനിയെല്ലാം സുലു പറയണ പോലെ. ചേട്ടാ, ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനൊക്കെ ബഹളം വെക്കണ്ട. അവര് വല്ല കൂട്ടം കൂടിയാ വന്നിരിക്കണെങ്കിലോ? മോളു, അവന്മാര് എത്ര പേരുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമല്ല. ഒരാനയെ വരെ ഞാൻ മെരുക്കിയിട്ടുണ്ട്. അതിന് ചേട്ടൻ പാപ്പാനാണോ? പാപ്പാനൊന്നുമല്ല, കഴിഞ്ഞ ഉത്സവത്തിന് മതം പൊട്ടി ആന ഓടിപ്പോ എല്ലാവരും ഓടി, കൂടെ പാപ്പാനും. പക്ഷേ ഈ ഞാൻ മാത്രം ഓടിയില്ല. ആന ചേട്ടനെ ചവിട്ടി പിടിച്ചേക്കണായിരിക്കും അല്ലേ? ഹേയ്, ആന ചവിട്ടി പിടിച്ചെന്നല്ല, തൊട്ടടുത്ത പെട്ടിക്കടന്ന് ഒരു ചെറുപഴം മേടിച്ചിട്ട് ആനയുടെ മുമ്പിൽ ഇതിങ്ങനെ ഒറ്റ കാട്ടം. ഞാൻ നോക്കുമ്പോഴേ രാംരാജമുണ്ടിന്റെ പരസ്യത്തില് ജയറാമിന് സലൂട്ട് കൊടുക്കണ പോലെ ആന ഒറ്റ നിപ്പ. എന്നിട്ട് എന്നോടേ സോറി എന്നും പറഞ്ഞാ പോയത്. എന്റെ പൊന്നിയേട്ടാ, ഒന്ന് മാറെന്ന് പറഞ്ഞേ. ഇതിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ ബലൂൺ എല്ലാം മുഴുവൻ പൊട്ടിക്കുമല്ല. പോ അങ്ങനെ മാറിക്ക്. നീ അധികം പൊട്ടിക്കല്ലേ. മോളു, ഒരു കാര്യം നീ മനസ്സിലാക്കണം. നീ ഗ്ലാമർ ഉള്ളവളായതുകൊണ്ടും ഞാൻ ഗ്ലാമർ ഇല്ലാത്തവനായതുകൊണ്ടും തിരക്കിന്റെ ഇടയിലൊക്കെ ശ്രദ്ധിക്കണം. അതെ, ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്. ധൈര്യം ഉണ്ടെങ്കിൽ ഇട്ടതൊന്ന് വെളിച്ചത്തോടെ ഇറങ്ങി വാ. നിനക്കൊക്കെ എന്റെ തനി കൊണറിയാൻ പാടില്ല. നിന്നെയൊക്കെ ഇന്ന് ഞാൻ. ചേട്ടാ, ചേട്ടാ വേണ്ട ചേട്ടാ. ചേട്ടാ വേണ്ട ചേട്ടാ, വേണ്ട. സുലു, വിട് സുലു. ചേട്ടാ വേണ്ട ചേട്ടാ. സുലു വിടാനാ പറഞ്ഞത്. വേണ്ടെന്ന്. സുലു വിടാൻ. രാജേട്ടാ, എന്റെ സുലു. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം. ഇനിയെല്ലാം സുലു പറയണ പോലെ. അപ്പൊ ചേട്ടൻ എന്നോട് സ്നേഹമുണ്ട്. സുലു, വള വേണോ അതോ പൊട്ട് വേണോ? വള മതി, പൊട്ടം കൂടെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ തമ്മിൽ ഭയങ്കര ചേർച്ചയായിരുന്ന നാട്ടുകാരൊക്കെ പറയണത്. അതെ, പാലും വെള്ളവും ചാള വറുത്തതും പോലെ. നീ അധികം പറക്കല്ലേ. എന്റെ പുതിയ ഭാര്യനാ ചാളവർത്തന്ന് പറഞ്ഞാണല്ല, ഈ പാല് സഹിക്കില്ല. ചേട്ടാ വള മേടിക്കാന്ന് പറഞ്ഞിട്ട്. ഏത് വള വേണം? അഴകുള്ള ശിലയിലേക്ക്
ഈ മേക്കപ്പ് മാൻ വളകൾ ഇട്ട് തരട്ടെ? എടാ എനിക്കൊരു ഉപ്പ് തേണ്ട. ഇത് തേങ്ങച്ചോടൊന്നുമില്ല, വള മാത്രമേ ഉള്ളൂ ഇവിടെ. എടാ നിന്റെ വായിന്ന് വന്ന ഒലിപ്പീരി ഒരു കുപ്പിയിലാക്കി വിറ്റൂടേടാ. ആ കൈ കൊണ്ടുവന്നേ. അതെ ഈ കൈ പുറത്തുള്ള പരിപാടി ഒന്നും വേണ്ട. എന്റെ കൈക്ക് പാകമായി വള നീ ഇട്ട് തന്നാ മതി. ഞാൻ വീട്ടിൽ പോയിട്ട് അവക്ക് ഇട്ട് കൊടുത്തോളാം. ഈ കൈക്ക് ഇണങ്ങണത് വളയല്ല, പിന്നെ വിലങ്ങ. വേണ്ട, ഇവൻ ശരിയാവൂല. വാ നമുക്ക് വേറെ വല്ലയിടത്തും പോയി വാങ്ങാം. ചേച്ചി എന്താ? ഇത്തിരി ചന്ദനം തരൂ. എടാ ഇത്ര ആൾക്കാർ ഇരുന്നിട്ട് എന്റെ പുതിയ ഭാര്യയോട് മാത്രമേ നിനക്ക് ചന്ദനം ചോദിക്കാൻ കണ്ടുള്ള. എടാ ഞാൻ ഇവിടെ നിപ്പില്ലേ? എനിക്ക് ചാണകമല്ല വേണ്ടത്. ഏയ് ഇത് ശരിയാവൂല. വാ 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 നമുക്ക് വേറെ എടുത്തു പോവാം. വാ ചേച്ചി, വാ 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 വേഗം വാ ചേച്ചി. ചേച്ചി വാ വാ ചേച്ചി. എന്താ അപ്പൊ ഞാൻ വരണ്ടേ? ആ താനും വാ. അല്ല ചേട്ടാ, ചേട്ടൻ എന്തിനാ എപ്പോഴും ചേച്ചിയുടെ കൈ തന്നെ പിടിച്ചേക്കണത്? അതെ നിന്റെ കയ്യിലിരിക്കണ ബലൂണും ഇവള് മുരി പോലെയാ. അതെന്താ? എടാ കൈവിട്ട രണ്ടും പറന്നു പോകും. ആ അല്ലേലും വേട്ടക്കാരുടെ കയ്യിൽ നിന്ന് പറന്നു പോകാനാ പക്ഷികൾക്ക് എപ്പോഴും ഇഷ്ടം. സുലു ഇവന്റെ അടുത്തുനിന്ന് മേടിക്കണ്ട. ബാബാ അങ്ങ് അറ്റത്തൊരു കടയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ചേച്ചി എന്താ? ഇത്തിരി ചന്ദനം തരുമോ? എടാ എടാ കൊറേ നേരം ഉണ്ടല്ലടാ. നിനക്കൊക്കെ വേറെ ആരും കണ്ടല്ല ചന്ദനം ചോദിക്കാനായിട്ട്. എന്റെ പുതിയ ഭാര്യനെ മാത്രം കിട്ടിയുള്ള. കുറച്ച് ചന്ദ്രൻ ഞങ്ങൾക്കും തായോ. എടാ നിനക്ക് ഞാൻ ചന്ദനം തരടാ. സുലു ഒന്ന് പിടിച്ചു. സുലു എന്താ ചേട്ടാ? വിട് സുലു. സുലു വിട് സുലു. ഏ സുലു വിടാനാ പറഞ്ഞത്. സുലു വിടാൻ. ആ ചേട്ടാ ചോദിക്ക് ചേട്ടാ, കുറെ നേരമായി അവൻ കമന്റ് അടിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ സുലു ചെല്ലു ചേട്ടാ. എന്റെ സുലു പറഞ്ഞു ഇനി വെച്ചേക്കുലൊരുത്തിനെ എക്കത്തിന്റെ അവസാനോടാ. എടാ നിന്നെ ഞാൻ ചേട്ടൻ എന്ത് ധൈര്യമാ ചേട്ടാ. എന്നാലും എങ്ങനെയൊന്നും അയാളോട് പെരുമാറണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്ത്? ഇതിനപ്പുറം ഞാൻ നാറിയിട്ടുണ്ട്. സുലു വാ നമുക്ക് ആൽത്തറയിൽ പോയി ഇരിക്കാം. നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ? പിന്നെ ഇത് കണ്ട 10,000 രൂപയുടെ മൊബൈലാ ചൈനയുടെ. ഈ ഫോട്ടോ എടുത്ത് എന്ത് ക്ലാരിറ്റി ആണെന്നാ. ഇങ്ങനെ ചേർന്ന് നിന്ന്. ചേട്ടാ നമ്മൾ തന്നെ എടുത്താൽ ശരിയാവൂല, വേറെ ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കാം. Yo, what is hip hop? Come on. അതെ അതെ ഒരു ഫോട്ടോ എടുത്തു തരോ? എന്നോടാണോ? ഒരു ഫോട്ടോ എടുത്തു തരാൻ. എടുത്തു തരാലോ. ഇന്നാ ഒന്നേലേക്ക് ഞാൻ സുലു ഇങ്ങനെ ചേർന്ന് വരാം. ചേട്ടൻ ഇത്തിരി നീങ്ങും. ഇത്തിരി നീങ്ങും. ചേട്ടൻ ഇത്തിരി നീങ്ങും. ഇത്തിരി നീങ്ങും ചേട്ടാ. ഇനിയും വേണോ? നീങ്ങിക്കോ കേട്ടോ. നീങ്ങിക്കോ. ചേട്ടൻ നീങ്ങി മാറിക്കോ. ഇപ്പൊ ഫോട്ടോ നന്നായി കേട്ടോ. നോക്കിയേ. ഈ ഫോട്ടോ കൊള്ളാം, പക്ഷേ ഇതിൽ ഒരാളേ ഉള്ളൂ. രണ്ടുപേരും കൂടി വേണം. രണ്ടുപേരും. അതെ ഒന്ന് മുഖം ഒന്ന് ഉയർത്തിയിടേ. സൈഡ് ഒന്ന് ചരിച്ചിട്ട് കൈ ഒന്ന് പൊക്കെ. ഇല്ല ഇതിപ്പോ കാണിച്ചു തരാം ഞാൻ. ഒന്ന് കൈ ഇങ്ങനെ നോക്കി ചേട്ടൻ ഒന്ന് പിടിച്ച് ഈ രീതിയിൽ എന്നിട്ട് ഒന്ന് എടുത്തേനി. ഈ പോസ് എങ്ങനെയുണ്ട് ചേട്ടാ? ഫോട്ടോ എങ്ങനെയുണ്ട്? നല്ല ക്ലാരിറ്റി ഉണ്ട്. കലക്കേട്ടാ. രണ്ടും നല്ല സൂപ്പർ ഫോട്ടോ. അതെ പെങ്ങളെ കുറച്ച് ചന്ദ്രൻ തരുമോ? നിന്നെ ഞാൻ ദേവി വരുന്നു, ദേവി വിളിച്ചപ്പാട് വരുന്നു ചേട്ടാ. തുഴ വേഗം വാ. അമ്മേ ദേവി ഞാൻ എല്ലാം കാണുന്നു. എല്ലാം കാണണ്ട. ഈ ചൈനട്ടോട് എങ്ങനെയുണ്ട്? PSC പരീക്ഷയാണോ? അല്ല അല്ല പരീക്ഷണമാണോ? അമ്മേ ദേവി ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട. സുലു തൊഴു
ദേ ദേവി വന്നേക്കണ്. അമ്മേ ദേവി കാത്തുരക്ഷിക്കണേ. ഭയപ്പെടേണ്ട, അമ്മ അമ്മ നിങ്ങളെ കാത്തുകൊള്ളും. ഒന്നുകൊണ്ട് പേടിക്കണ്ട മോളു, വാ ഇവിടെ വരാൻ, ഇവിടെ വരാൻ. ദേവി അമ്മേ കാത്തുരക്ഷിച്ചേക്കണേ ഭഗവതി. ഭക്തേ എന്താ സ്വാമി? തിരിച്ചന്നനം ഉണ്ടാ? എടോ നിന്നെ ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലുടാ. ആർക്കാണ് ചന്ദനം വേണ്ടത്?